ആദ്യമായി പറയാം, ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മറ്റ് സ്ഥാനാർത്ഥികളും ഈ നിലമ്പൂരിന്റെ മണ്ണിൽ നിലം തൊടില്ല. ഇവിടുത്തെ കളം, ഞാൻ തെരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ടുള്ള ആളാണ്. ഇവിടുത്തെ മണ്ണ് ശ്രീ ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായി പാകപ്പെട്ട് കിടക്കുക. അതിനൊരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന്, ദേശീയ രാഷ്ട്രീയത്തിൽ എല്ലാ കാലത്തും നിലമ്പൂരിലെ ജനാധിപത്യ വിശ്വാസികൾ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കുന്നവരാണ്. അപ്പൊ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ വല്ലാതെ ഒറ്റപ്പെടുത്തുന്ന ഈ കാലഘട്ടത്തിൽ നിലമ്പൂർ പോലൊരു മണ്ഡലത്തിൽ ആര്യാടൻ ഷൗക്കത്ത് കൈപ്പത്തി അടയാളത്തിൽ മത്സരിച്ച് വിജയിച്ചാൽ, പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധി കൂടി പ്രതിനിധീകരിക്കുന്ന ഈ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ചാൽ, അത് ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്കെതിരായിട്ട് കിട്ടാവുന്ന ഒരു വലിയ താക്കീതായിരിക്കും എന്നുള്ളത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പ്രസക്തിയാണ്. മറ്റൊന്നിവിടെ ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുണ്ടായ ഒരു സാഹചര്യം ജനങ്ങൾ ചർച്ച ചെയ്യും. ഇപ്പൊ പിണറായി വിജയന്റെ കള്ളത്തരത്തിനെതിരായിട്ടാണ് രാജിവെച്ചു എന്ന് പറയുന്ന അൻവർ ഇവരൊരു കൂട്ടുകച്ചവടമായിരുന്നു. അപ്പൊ സാമ്പത്തികമായി ഉണ്ടായ തർക്കമായിരിക്കാം, അല്ലെങ്കിൽ അധികാരത്തിലുണ്ടായ തർക്കമായിരിക്കാം, ഭരണത്തിലുണ്ടായ ഇടപെടലുകളിലുള്ള തർക്കമായിരിക്കാം, രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങൾ ഇടനാഴികളിൽ നമ്മളെങ്ങും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത കള്ളത്തരങ്ങളുടെ കഥയായിരിക്കാം. എന്തുതന്നെയാണെങ്കിലും ശരി, ഈ തെരഞ്ഞെടുപ്പ് ഈ മണ്ഡലത്തിൽ ഉണ്ടായതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി മാർക്സിസ്റ്റ് പാർട്ടിയാണ്, ശ്രീ അൻവറുമാണ്. അപ്പം ഈ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ച, ഒന്നാമത് കേരളം ഇത്രയും സാമ്പത്തികമായി ഞെരുങ്ങുമ്പോ ദുരന്തമുണ്ടായ ഒരു പ്രദേശം കൂടി ഉൾപ്പെടുന്ന അസംബ്ലി മണ്ഡലമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തന്നെ കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കേവലമായ കുറച്ചു മാസങ്ങൾക്കേക്ക് മാത്രം ഒരു തെരഞ്ഞെടുപ്പ് ഈ പാവപ്പെട്ട നിലമ്പൂരുടെ വോട്ടർമാരുടെ മേൽ അടിച്ചേൽപ്പിച്ചതിലുള്ള പ്രതിഷേധം അത് ജനങ്ങൾക്കുണ്ട്. അതിനുത്തരവാദി ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയും, അതിനുത്തരവാദി ശ്രീ അൻവറുമാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തായിരിക്കും. പിന്നെ ശ്രീ ആര്യാടൻ മുഹമ്മദിനോടുള്ള ജനങ്ങൾക്കുള്ള ഒരു ഇഷ്ടം, അതിന്റെ പരിപൂർണമായ ഒരു പിന്തുണ അല്ലെങ്കിൽ ഒരു വാത്സല്യം ശ്രീ ആര്യാടൻ ഷൗക്കത്തിനുണ്ടാവും. അദ്ദേഹം ഒരു അഹങ്കാരിയല്ല, വളരെ സൗമ്യമായി വളരെ മാന്യമായി ജനങ്ങളോട് ഇടപഴകുന്ന ആളാണ്. പിന്നെ പൊതുപ്രവർത്തകനെ സംബന്ധിച്ച്, ജനപ്രതിനിധിയെ സംബന്ധിച്ച് അവന്റെ വീട് ഒരു പ്രധാന ഘടകമാണ്, അവന്റെ വീട്ടുകാർ ഒരു പ്രധാന ഘടകമാണ്. അപ്പൊ ആര്യാടന്റെ വസതി എന്ന് പറഞ്ഞാൽ ഏത് പാതിരാത്രിയിലും ആർക്കും കടന്നു ചെല്ലാവുന്ന, ആര് സഹായം അഭ്യർത്ഥിച്ചാലും കള്ളത്തരമില്ലാതെ അവർക്ക് വേണ്ടി ഇടപെടുന്ന ഒരു പാരമ്പര്യം ആര്യാടൻ മുഹമ്മദിനുണ്ട്, അദ്ദേഹത്തിന്റെ മകൻ ഷൗക്കത്തിനുണ്ട്. പിന്നെ ഇവിടെ കാണാൻ കഴിയുന്നതായിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ഐക്യമാണ്. മുസ്ലിം ലീഗിന് വളരെ ശക്തമായ വേരോട്ടമുള്ള ഒരു പ്രദേശമാണ്, കോൺഗ്രസിനും അതുപോലെ വേരോട്ടമുള്ള പ്രദേശമാണ്. ഈ രണ്ട് മുന്നണികളും, കാരണം സാധാ തട്ടിലുള്ള പ്രവർത്തകരുടെ മനസ്സിൽ പോലും ബോധ്യം വന്ന് തുടങ്ങിയിരിക്കുകയാണ്, ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചെങ്കിലേ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഇനി വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കളം നിറഞ്ഞു നിൽക്കാൻ സാധിക്കും. അതുകൊണ്ട് വലിയ പ്രേരണയില്ലാതെ തന്നെ ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്ന കാഴ്ചകള് മുഴുവൻ അഭ്യുതകാംക്ഷികളും പ്രവർത്തകരായി മാറുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് വലിയ വിജയപ്രതീക്ഷയാണ്. നല്ല ഭൂരിപക്ഷത്തിൽ, ഗംഭീരമായ ഭൂരിപക്ഷത്തിൽ ഈ ഐക്യജനാധിപത്യം കൊണ്ട് വിജയിക്കും. ഈ സർക്കാരിനെതിരെയുള്ള സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ചർച്ചകളിൽ നിന്ന് വഴിമാറ്റിക്കൊണ്ട്, ചില ബോധപൂർവമായ വഴിമാറ്റൽ ഉണ്ടായിക്കൊണ്ട് മറ്റു ചില വിവാദങ്ങൾക്ക് പ്രാധാന്യം നൽകി ആ തരത്തിലൊരു പ്രചരണം ഇടതുമുന്നണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും. അതിനെ 9 വർഷക്കാലത്തെ പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ കെടുതികൾ, ക്രൂരതകൾ ജനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശാവർക്കർമാരായിട്ടുള്ള സഹോദരിമാരുടെ ഇപ്പോഴും നിർത്താത്ത സമരം, അതുപോലെ തന്നെ PSC റാങ്ക് ലിസ്റ്റിൽപ്പെട്ടിട്ടും ജോലി ലഭിക്കാതെ അവരുടെ ചോര ചീന്തിയുള്ള ഹൃദയമെടുത്ത് താലത്തിൽ വെച്ച് മുഖ്യമന്ത്രിയെയും ഭരണകൂടത്തെയും കാണിച്ചിട്ടും അവർക്ക് മുഖം കൊടുക്കാത്ത ഒരു സർക്കാർ ഭരിക്കുന്ന കേരളം, വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയ ഒരു സംസ്ഥാനം, അഴിമതി, കെടുകാര്യസ്ഥത, കൊള്ളിവെപ്പ്, കൊലപാതകം, മയക്കുമരുന്ന്, കരിഞ്ചന്ത എന്ന് വേണ്ട മനുഷ്യന് മനസ്സമാധാനത്തോടുകൂടി അവനവന്റെ വീടുകളിൽ പോലും ഉറങ്ങുവാൻ കഴിയാത്ത ഒരു ഇരുണ്ട കാലഘട്ടത്തിലേക്ക് കേരളത്തിലെ കൊണ്ടെത്തിച്ചിരിക്കുന്ന ഈ സർക്കാരിന് അപ്രതീക്ഷിതമായി ജനത്തിന് വീണ്ടും ഒരു വിധി എഴുതാൻ ഒരു അവസരം ലഭിക്കുമ്പോൾ വീണ്ടും പിണറായി വിജയന് പിന്തുണ കൊടുക്കുക, സർക്കാരിന് പിന്തുണ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ കൂടി നിലമ്പൂരിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് കഴിയില്ല. അപ്പൊ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ചെയ്യുന്ന ഓരോ വോട്ടും പിണറായി വിജയൻ സർക്കാരിന് അനുകൂലമായി വരുന്ന വോട്ടായി മാറും. അതിന് തലയിൽ ആളുതാമസമുള്ള ഒരു മനുഷ്യനും, സ്ഥിരബുദ്ധിയുള്ള ഒരു മനുഷ്യനും ചിന്തിക്കില്ല. മറ്റെല്ലാം മറന്നുകൊണ്ട് ഈ സർക്കാരിനെ ഒരു പാഠം പഠിപ്പിക്കുവാൻ
ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ദിവസത്തിന്റെ തലേ ദിവസം ഉറക്കം ഒഴിഞ്ഞിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.